മത്സ്യത്തൊഴിലാളികൾ വളരെയധികമുള്ള ഇടമാണ് എറണാകുളം മണ്ഡലം. മത്സ്യ മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നോക്കാം. തീരപ്രദേശ മണ്ഡലമായിട്ടുള്ള എറണാകുളത്ത് ഈ മീനില്ലാതെ നമുക്കെന്താ ആഘോഷം? അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മീൻ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അടിപൊളിയായിരിക്കും. UDF 2020 അടിക്കും കേരളത്തിൽ. ഇന്ത്യ മുന്നണി അധികാരത്തിലാവും കേന്ദ്രത്തിൽ. പിന്നെ 100%. 1,90,000 വോട്ടായിരുന്നെങ്കിൽ ഇത് 2 ലക്ഷം മറികടക്കാൻ ചാൻസ് ഉണ്ട്. ഹൈബി തമിഴ്നാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ് CPM മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിനെ അംഗീകരിക്കാനും മടി. അതുകൊണ്ടാണ് പറയുന്നത് ഹൈബി ഈഡൻ ഇന്ത്യൻ പാർലമെന്റിൽ 2 ലക്ഷത്തി വോട്ടിൽ ഉപരി ഭൂരിപക്ഷത്തിൽ കയറും. ഇലക്ഷനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. വോട്ടില്ല, നിരോധിച്ചാൽ ഇല്ല. പ്രതിഷേധം. നമുക്കൊന്നും പറയാനില്ല. കള്ളരാഷ്ട്രീയം എല്ലായിടത്തും കണക്കല്ലേ ജനങ്ങളെ പരിചയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് BJP ആയിരിക്കും ഓവറോൾ ഇതിൽ വീണ്ടും വരുന്നത്. ആര് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ഞങ്ങൾ എപ്പോഴും ഈ പണി തന്നെ എടുക്കണം. വോട്ട് പിന്നെ ചെയ്യില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യും. കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷം കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കേന്ദ്രത്തിലേട്ടാ BJP ചാൻസ് ഉണ്ട്. BJP വരണം, നല്ലത് വരും. തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് എന്ത് ഫലം? അവരുടെ പോക്കറ്റ് ഇതേ നിറയുള്ളു. സാധാരണക്കാരെന്ന് ഇവിടെ ജോലി എടുത്ത് തന്നെ ഈ വേല എടുത്ത് തന്നെ തിന്നണം. ഒരു കച്ചവട മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഒരു പരിഗണന പോലും സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല. മൊത്തത്തില് കോൺഗ്രസ്സുകാർക്ക് ഭൂരിപക്ഷം. കേന്ദ്രത്തിൽ BJP താഴെ പോകൂല, ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നുമില്ല, ഒരു പെൻഷനും ഇല്ല. ഹൈബിയും ഷൈൻ ടീച്ചറും ഒക്കെയാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം? ഞാൻ മത്സരത്തിൽ ഇന്ത്യ വോട്ട് ചെയ്യോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യ. വോട്ടായിരിക്കണമെന്ന് നിങ്ങളോടുള്ള അഭിപ്രായം പറയണ്ട. വോട്ട് ചെയ്യേണ്ട കാര്യം മൗനം, അവരവരുടെ മൗന അവകാശമാണ്. അത് പുറത്തറിയിക്കേണ്ട ആവശ്യമില്ല. ലോക്സഭയിൽ ഒരു 7 സീറ്റ് LDF പിടിക്കും. ഒരു കണക്കുകൂട്ടൽ എങ്ങനെ? ഏതൊക്കെ സീറ്റ് ആയിരിക്കും? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ പിടിക്കും, തിരുവനന്തപുരം പിടിക്കും, പിന്നെ വടകര പിടിക്കും, പാലക്കാട് പിടിക്കും, മാവേലിക്കര. എറണാകുളത്ത് കട്ടക്കട്ടക്ക് വരുവാറുണ്ട്. കേന്ദ്രത്തിൽ പറയാൻ പറ്റാതെ BJP ആയിരിക്കുള്ളൂ മിക്കവാറും. എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വളരെ സജീവമാണ്. ഈ മാർക്കറ്റിൽ പോലും ഈ കച്ചവടത്തിനിടയിലും തെരഞ്ഞെടുപ്പ് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനാണ് ഇവിടെ കൊച്ചിയിൽ വലിയ മുൻതൂക്കം ഇവർ കൽപ്പിക്കുന്നത്. ക്യാമറാമാൻ ഗോവിന്ദിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിനെ പരിഹസിച്ച മന്ത്രിയും PA മുഹമ്മദ് റിയാസ്. CAA വിഷയത്തിൽ കോൺഗ്രസ് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പരിഹസിച്ചു. ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ നേരത്തെ മോർണിംഗിൽ പോലും പാർലമെന്റിൽ മിണ്ടാത്തവരാണ്. BJPയുടെ മെഗാഫോണായി പ്രതിപക്ഷ നേതാവ് മാറുന്നത് പരിഹാസ്യമാണെന്നും മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം. ഒരു നിലപാടില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട